ഹായ് ഹലോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലം പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ സമയം ചുമ്മാ കളയുന്നില്ല, നമുക്ക് നേരെ തന്നെ ഇതിനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. യെസ്, നമ്മളെ പ്രോഡക്റ്റ് ഏകദേശം പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് എന്താണെന്ന്. അതെ, നമ്മുടെ ഈ ചെസ്റ്റിൽ നമ്മുടെ മൊബൈലൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലം പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ഈ സാധനം എടുത്ത് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുണ്ട്, ഈ മേളിൽ ഈ രണ്ട് ഭാഗം വരുന്നില്ല, ഇതിനെയാണ് നമ്മൾ മേളിൽ കൂടി ഇടാൻ വേണ്ടി പോകുന്നത്. വേറെ പരിപാടിയൊന്നുമില്ല. നേരെ ഇങ്ങനെ എടുക്കുക, രണ്ട് കൈ ഇങ്ങനെ എടുക്കുക, അടുത്തൊക്കെ ഇതിങ്ങനെ ഇടുക. സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഇറങ്ങി മറ്റേ ഹിമാലയ മറ്റേ പുള്ളിക്കാരൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന സംഭവം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെസ്റ്റിൽ സെറ്റാക്കിയതിന് ശേഷം പിന്നെ വരുന്നതാണ് ഈ സംഭവം. ഈ സംഭവത്തിന് മേളിലൊരു ക്ലിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ലിപ്പിനെ വേണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ ഇങ്ങനെ സെറ്റാക്കണം. സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് മേലോട്ടൊന്ന് തള്ളി വെക്കുക. ഇതാണ് അടുത്ത സംഭവം. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലൊന്നും താഴെ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും എന്താ പറയുക അതിൻ്റെ ഹോൾഡർ സെറ്റാക്കാനുള്ള സംഭവമാണ്. അപ്പോൾ ഈ സാധനം ഫ്രണ്ടിൽ വരാൻ കണക്കിന് ഇങ്ങനെ ഒന്ന് സെറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാണ്ട ഈ ഒരു ബോൾട്ട് ഉണ്ട്, ഈ ബോൾട്ടിനെ നേരെ ഇതിലോട്ട് അങ്ങോട്ട് സെറ്റാക്കുക. അപ്പോൾ ഇനി ഈ സംഭവത്തിനെ നേരെ നമ്മൾ ഇതിനുള്ളിലോട്ട് വച്ച് ആ നെറ്റ് വെച്ച് ഒന്ന് ടൈറ്റ് ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് മൊബൈൽ വച്ചതിന് ശേഷം എങ്ങനെയാണ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് ഇതിൽ വച്ച് ക്യാമറ വയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഹോൾഡറിൽ ഫോൺ വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ക്യാമറ അപ്പോൾ നടന്നെടുക്കുന്ന വീഡിയോ ഉണ്ട്, എടുത്ത് നിന്നെടുക്കാം. അപ്പോൾ ഏകദേശം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ എന്താ പറയുക, ഹെൽമെറ്റിലൊന്നും ക്യാമറ വയ്ക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെസ്റ്റിൽ വെച്ച് ട്രൈ ചെയ്യാം. നോക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഏകദേശം ഒരു 300-320 രൂപ എനിക്കായിട്ടുള്ളൂ ഇവിടെ വന്നപ്പോഴേക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുക. അപ്പോൾ ഇതിൽ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്ത് നോക്കി, എന്തായാലും സംഭവം കൊള്ളാം. എന്താ പറയുക, വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും വ്ളോഗേഴ്സിനൊക്കെ എന്തായാലും ഉപകാരപ്പെടുന്ന സാധനമാണ്. അപ്പോൾ അടുത്ത നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ.